ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ടൊമാറ്റോയും സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കനം കുറച്ചരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർത്ത് വെക്കുന്നത്. സവാള ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വഴന്ന് വന്ന സവാളയിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലിലിട്ട് ചതച്ചതാണ്. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം തന്നെ നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. ആദ്യം വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്, ലാസ്റ്റ് ആയത്. അങ്ങനെ തൈര്, ഇത് വീട്ടിലുണ്ടാക്കിയ തൈരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇനി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വറുത്ത് മാറ്റി വെച്ച വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈഡ് ഓണിയൻ ചേർത്തിട്ട് പിന്നെ അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇവയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് ചിക്കൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മസാല കുറച്ച് മാറ്റി വെച്ച് ദമ്മിനിടാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു കുറച്ച് പോർഷൻ ചിക്കൻ്റെത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറൊക്കെ ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി എല്ലാം സെറ്റാക്കി എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ ആക്കി നല്ല അമർത്തി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ അതിലേക്ക് മാറ്റി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടതിന് ശേഷം നമ്മളിനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചോറ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിട്ട് അതുപോലെ വീണ്ടും തട്ടിപ്പൊത്തിയതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള ഓണിയൻ, അതേപോലെ മല്ലിച്ചപ്പ്, പുതിന, ഗരം മസാല ഇതൊക്കെ ഇട്ട് നമുക്ക് ദമ്മിട്ട് വയ്ക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഒരു സൂപ്പർ ബിരിയാണിയാണ്. ആൻഡ് സിമ്പിൾ ബിരിയാണിയാണ്. നമ്മൾ അവസാനം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ കണലൊക്കെ വെച്ച് ദമ്മിട്ടെടുക്കാം. അങ്ങനെ ദേ നമ്മളെ ബിരിയാണി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ചോറും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാവുന്ന കേട്ടോ. ഞങ്ങളിതിൻ്റെ കൂടെ സൈഡായിട്ട് പപ്പടം, അച്ചാർ, അതേ ചിക്കൻ ഫ്രൈ, അതേപോലെ തന്നെ പുളിയിഞ്ചി ഇതും കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. പിന്നെ സാലഡും ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. കമൻ്റ് അറിയിക്കുക. ബൈ.